നമസ്കാരം. ഇന്ത്യൻ ഇൻസ്പിറേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് മില്ലറ്റ്സ് ആൻഡ് ഓർഗാനിക്സിലെ ഫൗണ്ടർ ട്രസ്റ്റിയായ അഡ്വക്കേറ്റ് ജോൺ ജോസഫ് സാറിനെ പരിചയപ്പെടാനാണ്. ട്രഡീഷണൽ ഫുഡ് ലൈഫ് സ്റ്റൈലിനെ പറ്റി നമ്മളെല്ലാവരും മറന്നിരിക്കുകയാണ്. അതിനെപ്പറ്റി കൂടുതൽ പറയാനും ഈ മില്ലറ്റ്സിനെ പറ്റി കൂടുതൽ അവയർനെസ് വരുത്താനുമാണ് നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. അതിനെപ്പറ്റി കൂടുതൽ പറയാനായിട്ട് നമുക്ക് സാറിനെ മീറ്റ് ചെയ്യാം. നമസ്കാരം സാർ. സാർ എവിടെയാണ് താമസിക്കുന്നത്? കാക്കനാട് കളക്ട്രേറ്റിനടുത്താണ് സ്ഥിരതാമസം. ആണോ? അവിടെയാണോ ചെറുപ്പം മുതലേ വളർന്നത്? അല്ല, എൻ്റെ ജന്മനാട് കോട്ടയം ജില്ലയിലെ ഉഴവൂർ ആണ്. നമ്മുടെ മുൻ പ്രസിഡൻ്റായിരുന്ന KR നാരായണൻ്റെ ഗ്രാമമാണ്. ഓക്കെ. അവിടുന്ന് പിന്നെ എപ്പോഴാണ് ഇങ്ങോട്ട് സെറ്റിൽ ആയത്? 1974 എറണാകുളത്ത് LLB പഠിക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ തുടർച്ചയായിട്ട് എറണാകുളത്ത് തന്നെയാണ് താമസം. LLB ഫീൽഡിൽ നിന്ന് എപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഓർഗാനിക്സ് ഫീൽഡിലോട്ട് വന്നത്? LLB ഫീൽഡിൽ നിന്ന് മാറിയിട്ടില്ല. LLB ഫീൽഡിലായിരിക്കുമ്പോൾ തന്നെ കൃഷിയും പൊതുപ്രവർത്തനവും എല്ലാം കൂടി സംയോജിപ്പിച്ച് മുമ്പോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും അഡ്വക്കേറ്റ് ആണ്? അതെ. ഓക്കെ ഓക്കെ. ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ഒക്കെ എങ്ങനെയാണെന്ന് പറയാം? മില്ലറ്റിൻ്റെ? അതെ. ഞാൻ യാദൃച്ഛികമായിട്ട് മില്ലറ്റിൻ്റെ മേഖലയിൽ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന കർണാടകയിലുള്ള ഡോക്ടർ ഖാദർ വാലിയുടെ ഒരു വീഡിയോ കാണാനിടയായി. 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള ആ വീഡിയോയിൽ മില്ലറ്റിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സിനെ സംബന്ധിച്ചും ആളുകൾ അത് കഴിക്കുന്നത് വഴി രോഗങ്ങൾ ഇല്ലാത്ത ഒരവസ്ഥ എങ്ങനെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാം എന്നതിനെ സംബന്ധിച്ചും മനസ്സിലാക്കാനിടയായി. ഞാൻ 40-45 വർഷത്തിലേറെയായി പ്രകൃതി ചികിത്സാ രീതിയിൽ ജീവിക്കുന്ന ആളാണ്. ഇംഗ്ലീഷ് മരുന്നുകളോ ഇംഗ്ലീഷ് ചികിത്സയോ കാര്യമായി എടുക്കാറില്ല. അപ്പോൾ രോഗാതുരമായ സമൂഹത്തിന് ഒരു റിലീഫ് എന്ന നിലയിൽ മില്ലറ്റ് പ്രയോജനപ്പെടുമെങ്കിൽ അത് സാധാരണ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാം എന്നൊരു തോന്നൽ എനിക്കുണ്ടായി. ഞാനല്ലാതെയും പല തരത്തിലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ആ നിലയിൽ ഇത് ഒരു സാമൂഹ്യമായ ആക്ടിവിറ്റിയായി മാറ്റിയെടുക്കുക എന്ന ഉദ്ദേശത്തിലാണ് മില്ലറ്റ്സ് ആൻഡ് ഓർഗാനിക്സ് എന്ന പേരിൽ ഒരു പബ്ലിക് ട്രസ്റ്റ് ഫോം ചെയ്തത്. എൻ്റെ സുഹൃത്തുക്കളായ കുറച്ച് അഭിഭാഷകർ, ഡോക്ടർമാർ, അങ്ങനെയൊക്കെയുള്ള ആളുകളെ ചേർത്തിട്ടാണ് ട്രസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ട്രസ്റ്റിൻ്റെ മിഷൻ, വിഷൻ ഒക്കെ? ട്രസ്റ്റിന് പ്രധാനമായും 3 ഉദ്ദേശങ്ങളാണ്. ഒന്ന്, മില്ലറ്റിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സിനെ സംബന്ധിച്ച് സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ പ്രചരണം നൽകുക. 2, മില്ലറ്റ് കൃഷി കേരളത്തിൽ വ്യാപിപ്പിച്ച് ഒരുപക്ഷെ അത് കർഷകർക്ക് ഇന്നത്തെ അവസ്ഥയിൽ ഒരു മോചന മാർഗമായി മാറ്റാനുള്ള സാധ്യതയുണ്ട് എന്ന് ഞാൻ കരുതുന്നു. 3, ഇത് ഉപഭോക്താക്കൾ കൂടുതൽ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ സ്വാഭാവികമായും മാർക്കറ്റിൽ വലിയ വിലക്കയറ്റം ഉണ്ടാവാനിടയുണ്ട്. അപ്പോൾ വിലക്കയറ്റത്തെ ആവുന്നതുപോലെ ഒന്ന് നിയന്ത്രിച്ച് നിർത്താൻ ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഇങ്ങനെ ട്രസ്റ്റിൻ്റെ രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത് നന്നായിരിക്കും എന്ന് തോന്നി. അങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് രൂപപ്പെടുത്തുക എന്നതും ഈ ട്രസ്റ്റിൻ്റെ ഉദ്ദേശങ്ങളിൽ ഒന്നാണ്. ഓക്കെ. അപ്പോൾ ഈ LLB പഠിക്കുന്ന കാലത്തോട്ട് തന്നെ ഇങ്ങനെ നേച്ചർ, ഓർഗാനിക്സ് അങ്ങനത്തെ ഒക്കെ ഇൻട്രസ്റ്റഡ് ആയിരുന്നല്ലോ? ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ എനിക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട് എല്ലാ മേഖലയിലും. പ്രൊഫഷണൽ ആയിട്ടുള്ള സുഹൃത്തുക്കളുണ്ട്, കർഷകരുണ്ട്, പൊതുപ്രവർത്തകരുണ്ട്. അതുകൊണ്ട് ട്രസ്റ്റ് ഫോം ചെയ്യുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. സഹകരിക്കാൻ ആളുകളുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ആളുകളെ ചേർത്തിട്ടൊന്നുമില്ല. തുടക്കം എന്നുള്ള നിലയ്ക്ക് കുറച്ച് പ്രൊഫഷണൽസിനെ ചേർത്തിട്ടാണ് ട്രസ്റ്റ് ഉണ്ടാക്കിയത്. ഇത് കൂടുതൽ പോപ്പുലറായി കഴിഞ്ഞിട്ട് കൂടുതൽ ആളുകളെ ട്രസ്റ്റിൽ അംഗങ്ങളാക്കണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ ട്രസ്റ്റിൽ നിലവിൽ എത്ര പേരുണ്ട്? ഇപ്പോൾ ഞങ്ങൾ 18 പേരാണ് ട്രസ്റ്റിലെ മെമ്പേഴ്സ് ആയിട്ടുള്ളത്. ഒരു 1.5 ഏക്കർ പാടമുണ്ട്, അവിടെ നെൽകൃഷിയുണ്ട്. 10-40 വലിയ ജാതികളുണ്ട്. തെങ്ങ്, കവുങ്ങ്, പശു വളർത്തലുള്ളതുകൊണ്ട് ഒരു 1.5 ഏക്കർ സ്ഥലത്തെങ്കിലും പുല്ല് വളർത്തുന്നുണ്ട്. പിന്നെ ഒരു 3000 കോഴികളെ ഇടാൻ തക്ക വിധം 3 ഷെഡുകളുണ്ട്. അപ്പോൾ അതൊരു 10-50 സെൻറ്റ് സ്ഥലം ഷെഡിന് വേണ്ടി ഉപയോഗപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഒരു 1.5 ഏക്കർ സ്ഥലത്ത് മില്ലറ്റ് വിതച്ച് മുളപ്പിച്ചിട്ടുണ്ട്. മില്ലറ്റ് കൃഷി ആരംഭിക്കുക എന്ന ഉദ്ദേശത്തിൽ. മില്ലറ്റ്സ് ആൻഡ് ഓർഗാനിക്സ് എത്ര നാളായി തുടങ്ങിയിട്ട്? 1 വർഷം കഴിഞ്ഞു. ഇപ്പോൾ 1 വർഷവും 2 മാസവുമായി ട്രസ്റ്റ് ഫോം ചെയ്തിട്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഫാം എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്?
ഫാം ഇപ്പോൾ കഴിഞ്ഞൊരു 2 മാസമായിട്ടാണ് അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ച് മില്ലറ്റ് കൃഷി ചെയ്തിട്ടിപ്പോൾ 1 മാസമേ ആയിട്ടുള്ളൂ. ഇപ്പോൾ ഫാമിൽ വന്നാൽ കാണാൻ സാധിക്കും, വളർന്നു നിൽക്കുന്ന കാണാൻ സാധിക്കും. ഇതിൻ്റെ സീസൺ കേരളത്തിലെ സീസൺ അനുസരിച്ച് ഒരു ആഴ്ചയിൽ 1 പ്രാവശ്യം നനയ്ക്കാനുള്ള സൗകര്യം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ എനിക്ക് തോന്നുന്നത് 1 വർഷം 3 തവണ കൃഷി ചെയ്യാൻ പറ്റും. കാരണം ശരാശരി 4 മാസം മതി മില്ലറ്റ് കൃഷി ചെയ്ത് വിളവായി വരുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ നോക്കിയാൽ 3-4 തവണയൊക്കെ കൃഷി ഇറക്കാൻ പറ്റും, നനയ്ക്കാനുള്ള സൗകര്യം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ. അപ്പോൾ ഇവിടുത്തെ ഈ മില്ലറ്റ്സ് ആൻഡ് ഓർഗാനിക്സിൻ്റെ എല്ലാം അവിടെ നിന്ന് തന്നെയാണ് കൊണ്ടുവരുന്നത്? അല്ല, ഇപ്പം ഞങ്ങൾ തേനിയിൽ നിന്നാണ് മില്ലറ്റ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ കൃഷി തുടങ്ങിയിട്ടുള്ളത് അത് വിത്ത് ഉൽപ്പാദിപ്പിച്ച് കൂടുതൽ കർഷകർക്ക് കൊടുത്ത് കൂടുതൽ കർഷകരെ മില്ലറ്റ് കൃഷിയിലേക്ക് കൊണ്ടുവരണം എന്ന ഉദ്ദേശത്തിലാണ്. നമ്മളുടെ കൺസംഷൻ്റെ ആവശ്യത്തിന് മില്ലറ്റ് ഉണ്ടായി വരണമെങ്കിൽ എനിക്കൊന്ന് 2-3 വർഷമൊക്കെ എടുത്തേക്കും. ഇതിൻ്റെ ഈ ഫാമിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഈ നെക്സ്റ്റ് കൺസ്യൂമർ പ്രൊഡക്ട്സിലോട്ട് ആക്കണതൊക്കെ എവിടെ നിന്നാണ്? ഇവിടെ തന്നെയാണ് മാനുഫാക്ചറിങ് പൊടിയാക്കണതൊക്കെ? ഇപ്പോൾ ഞങ്ങൾ 6 തരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ് മില്ലറ്റിൽ നിന്ന് ഉണ്ടാക്കുന്നത്. അതുകൂടാതെ എല്ലാ മില്ലറ്റുകളും ഹോളായിട്ട് ഇപ്പോൾ അരിയുടെ രൂപത്തിൽ മില്ലറ്റുകൾ ആളുകൾക്ക് താല്പര്യമുള്ളവർക്ക് കൊടുക്കുന്നുണ്ട്. പൊടികളായിട്ടുള്ളത് ഞങ്ങൾ മില്ലിൽ പൊടിപ്പിച്ചിട്ട് ഇവിടെ പാക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ എറണാകുളത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഭാഗത്തുള്ളൊരു മില്ലിലാണ് പൊടിപ്പിക്കുന്നത്. ഈ മില്ലറ്റ്സിൻ്റെ ഹെൽത്ത് ആൻഡ് ബെനിഫിറ്റ്സിനെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? നമ്മുടെ നാട്ടിൽ കഴിഞ്ഞൊരു 6 ദശാബ്ദക്കാലമായിട്ട് നമ്മൾ കൂടുതൽ ചോറും ഗോതമ്പ് കൊണ്ടുള്ള ആഹാരങ്ങളുമൊക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഇതിൽ സ്റ്റാർച്ച് കൂടുതലുണ്ട്. ഇപ്പോൾ റെഗുലറായിട്ട് കൂടുതൽ സ്റ്റാർച്ച് കഴിക്കുമ്പോഴാണ് ആളുകൾ ഡയബറ്റിക് ആവാനുള്ള സാധ്യത ഉണ്ടാവുന്നത്. ഡയബറ്റിക് ആയിക്കഴിഞ്ഞാൽ പിന്നെ വരുന്ന ബുദ്ധിമുട്ട് നമ്മുടെ സ്വാഭാവികമായ പ്രതിരോധ ശേഷി കുറഞ്ഞു പോകും. അങ്ങനെ പ്രതിരോധ ശേഷി കുറയുമ്പോൾ മറ്റു പല രോഗങ്ങളും എളുപ്പം നമ്മളെ കടന്നു പിടിക്കാനായിട്ട് പശ്ചാത്തലം ഒരുങ്ങും. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ചെറുപ്പത്തിലുള്ള ആളുകൾക്ക് പോലും ഡയബറ്റിക്കിന് പുറമെ ക്യാൻസറോ സ്ട്രോക്ക് വരുന്നതോ നിൽക്കുന്ന സമയത്ത് തന്നെ കുഴഞ്ഞു വീണ് മരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള സംഭവങ്ങൾ കാണുന്നത്. സ്റ്റാർച്ച് കുറവുള്ള ഭക്ഷണം നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ആഹാരം വഴി ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാനുള്ള ഒരു മാർഗം. അപ്പോൾ ദിവസത്തിൽ 1 നേരമെങ്കിലും നമ്മൾ ഫൈബർ കൂടുതലുള്ള മില്ലറ്റ് കൊണ്ടുള്ള ആഹാരം കഴിച്ചാൽ ഡയബറ്റിക്കിൽ നിന്ന് ഒരു 3 മാസം കൊണ്ട് മാറാനുള്ള സാധ്യത ഉണ്ടാവും. ഡയബറ്റിക്കിൽ നിന്ന് രക്ഷപ്പെട്ടാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ പ്രതിരോധശേഷി വീണ്ടെടുക്കുകയും മറ്റു രോഗങ്ങളെ തടഞ്ഞു നിർത്താൻ അത് സഹായിക്കുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ആരോഗ്യം മെച്ചപ്പെടുത്താൻ പൊതുവിൽ ചെയ്യേണ്ടത് സ്റ്റാർച്ച് കൂടുതലുള്ള ആഹാരങ്ങളും അതുപോലെ ജങ്ക് ഫുഡും കുറച്ചിട്ട് ആഹാരത്തിൽ ഫൈബർ കൂടുതലുള്ള സാധനങ്ങൾ ഉൾപ്പെടുത്തുകയും ജങ്ക് ഫുഡിന് പകരം ഹെൽത്തി ഫുഡ് കഴിക്കുന്നത് ശീലമാക്കി മാറ്റുകയും ചെയ്യുക. അതാണ് വേണ്ടത്. അപ്പോൾ അത് പ്രചരിപ്പിക്കുന്നതിനുള്ള ഒരു വെഹിക്കിൾ ആയിട്ട് മില്ലറ്റിനെ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. അതാണ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മിക്കവാറും എല്ലാ കോളേജുകളിലും കുട്ടികൾ അവരുടെ ഹോം സയൻസ് ഡിപ്പാർട്ട്മെൻറ്റുള്ള കോളേജുകളിലൊക്കെ അവർ ഈ ജങ്ക് ഫുഡിനെതിരായിട്ടുള്ള പ്രചരണവും ഒക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അത് വ്യാപകമായി വന്നാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ബേക്കറികളിൽ നിന്നുള്ള ജങ്ക് ഫുഡും പിന്നെ സ്റ്റാർച്ച് കൂടുതലുള്ള ആഹാര പദാർത്ഥങ്ങളുമാണ്. അപ്പോൾ ആ ശീലങ്ങൾ മാറ്റിയെടുക്കുക എന്നതാണ് നമുക്ക് ചെയ്യാവുന്നത്. മില്ലറ്റ് കൊണ്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് പ്രധാനമായും ആ നിലയ്ക്കാണ്. പിന്നെ നമ്മുടെ പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ ഇപ്പോൾ വളരെ പ്രാധാന്യം കൊടുത്ത് പ്രചരണം നൽകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി അമേരിക്കയിൽ പോയ സമയത്ത് അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ വൈറ്റ് ഹൗസിൽ മില്ലറ്റ് കൊണ്ടുള്ള ഭക്ഷണമുണ്ടാക്കി അമേരിക്കൻ പ്രസിഡൻറ്റും ഭാര്യയും നമ്മുടെ പ്രധാനമന്ത്രിയും ഷെയർ ചെയ്ത് കഴിച്ചത് നമ്മുടെ ചാനലിലൊക്കെ പ്രദർശിപ്പിച്ചിരുന്നു. അപ്പോൾ അത്രയും പ്രാധാന്യം പ്രധാനമന്ത്രി മില്ലറ്റിന് കൊടുക്കുന്നുണ്ട്. പ്രധാനമന്ത്രി ഒരു ടാർഗറ്റായിട്ട് പറഞ്ഞിട്ടുള്ളത് 2050 ആകുമ്പോഴേക്കും ഇന്ത്യ ലോകത്തിൻ്റെ മില്ലറ്റ് കലവറയായി മാറണം എന്നാണ്. അപ്പോൾ അത് നമുക്ക്
ജനങ്ങൾക്ക് ഹെൽത്ത് ബെനിഫിറ്റ് കിട്ടുന്നതോടൊപ്പം തന്നെ കർഷകർക്ക് അവരുടെ സാമ്പത്തിക കാര്യത്തിൽ വലിയ ഒരു ബൂസ്റ്റ് ഉണ്ടാവാൻ സഹായിക്കും. രാജ്യത്തിൻ്റെ എക്സ്പോർട്ട് ഈ നിലയിൽ വർദ്ധിപ്പിക്കുന്നതിനും അങ്ങനെ ഫോറിൻ കറൻസി ഏൺ ചെയ്യുന്നതിനും ഇത് പ്രയോജനപ്പെടുകയും ചെയ്യും. അപ്പം അങ്ങനെ വ്യത്യസ്തങ്ങളായ ഗുണങ്ങൾ, പ്രയോജനങ്ങൾ മില്ലറ്റിനുണ്ട്. അത് നമ്മുടെ നാട്ടിൽ ആളുകൾ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. അതിൻ്റെ ഒരു അവയർനെസ് കൂടി കൊടുക്കാനായിട്ടാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. എത്ര ടൈപ്പ് പ്രൊഡക്ട്സ് ആണ് ഇവിടുന്ന് കൊടുക്കുന്നത് കൺസ്യൂമർക്ക്? ഞങ്ങളിവിടെ 6 തരം മില്ലറ്റിൻ്റെ ധാന്യങ്ങളായിട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ മില്ലറ്റ് ഉപയോഗിച്ചുള്ള റെഡി ടു കുക്ക് ഐറ്റംസ് എന്ന നിലയിൽ പുട്ടുപൊടി, ആട്ട, മില്ലറ്റ് മിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം, പിന്നെ റാഗിപ്പൊടി, അത് നമ്മുടെ നാട്ടിൽ നേരത്തെ തന്നെ ഉപയോഗിക്കുന്നതാണ് റാഗിപ്പൊടി. അങ്ങനെ 6 തരത്തിലുള്ള റെഡി ടു കുക്ക് ഐറ്റംസ് മില്ലറ്റ് ബേസ്ഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് പുറമെ മില്ലറ്റ് ഹോളായിട്ട് ധാന്യമായിട്ടും അവൈലബിൾ ആണ്. ഓൾ ഓവർ കേരളയാണ് ഇതിൻ്റെ സപ്ലൈ. ഞങ്ങളിപ്പോൾ എറണാകുളം ജില്ലയുടെ ചില മേഖലകളിൽ മാത്രമേ എത്തിപ്പെട്ടിട്ടുള്ളൂ. ഓൾ ഓവർ കേരള കൊടുക്കണമെങ്കിൽ ഇനി ഒരു 2 വർഷമെങ്കിലും എടുക്കും എല്ലായിടത്തും എത്തിക്കാനായിട്ട്, ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് രൂപപ്പെടുത്തി കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇവിടെ മാത്രമാണ് സ്റ്റാർട്ട് ചെയ്തത്? ഇവിടെ മാത്രമായിട്ടാണ് ഞങ്ങൾ എറണാകുളത്ത് സ്റ്റാർട്ട് ചെയ്തു. കൊച്ചിൻ കോർപ്പറേഷൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഇപ്പോൾ 140 കടകളിൽ റെഗുലറായിട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ സ്വന്തമായിട്ടൊരു ഷോപ്പും കൂടി തുടങ്ങി. ആ ഷോപ്പിൽ വരുന്ന ആളുകൾക്കും റീറ്റെയിലായിട്ടും ഹോൾസെയിലായിട്ടും പ്രോഡക്ട്സ് കൊടുക്കുന്നു. മില്ലറ്റ്സ് ആൻഡ് ഓർഗാനിക്സിൻ്റെ ഇങ്ങനത്തെ പ്രോഡക്ട്സ് മാത്രം? അതെ അതെ. പക്ഷേ കേരളത്തിൽ ഇന്ന് എനിക്ക് തോന്നുന്ന ഒരു 300 വ്യാപാരികൾ മില്ലറ്റ് ഡീൽ ചെയ്യുന്ന ആളുകളുണ്ട്. മില്ലറ്റ് കൊണ്ട് പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി പ്രാദേശികമായിട്ടൊക്കെ മാർക്കറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു 300ഓളം വ്യാപാരികളുണ്ട്. മില്ലറ്റ് മിഷൻ എന്ന് പറഞ്ഞിട്ട് ധാരാളം അംഗസംഖ്യയുള്ള ഒരു സംഘടന പ്രവർത്തിക്കുന്നുണ്ട് മില്ലറ്റിനെ കുറിച്ചുള്ള അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഗവൺമെൻറ് തന്നെ മില്ലറ്റ് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്കൂളുകളിലൂടെ പല പരിശ്രമങ്ങളും നടത്തുന്നുണ്ട്. ആഴ്ചയിലൊരിക്കൽ മില്ലറ്റിൻ്റെ ഭക്ഷണം കുട്ടികൾ ക്ലാസ്സിൽ കൊണ്ടുവരണം. അവരുടെ ഉച്ചഭക്ഷണം കൊണ്ടുവരുന്നത് ആഴ്ചയിലൊരിക്കൽ മില്ലറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഭക്ഷണം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് സ്കൂളിൽ ഇങ്ങനെ പറയാറുണ്ട്. പൊതുവെയുള്ള ഈ ഫാമിനുള്ള ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് എത്രത്തോളം? കേന്ദ്ര ഗവൺമെൻറ് മില്ലറ്റിന് വലിയ പ്രാധാന്യം കൊടുക്കുകയും കഴിഞ്ഞ വർഷം UNO മില്ലറ്റ് ഇയർ ആയിട്ട് ഡിക്ലെയർ ചെയ്ത് അവയർനെസ് അന്തർദേശീയ തലത്തിൽ തന്നെ വ്യാപിപ്പിക്കുന്നതിന് ശ്രമിച്ചിരുന്നു. UNOയെ അതിന് പ്രേരിപ്പിച്ചത് ഇന്ത്യ ഗവൺമെൻറ്റാണ്. മില്ലറ്റ് ഇയർ ആയിട്ട് ഡിക്ലെയർ ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത് ഇന്ത്യ ഗവൺമെൻറ്റാണ്. ഇന്ത്യ ഗവൺമെൻറ് മില്ലറ്റ് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും അതുപോലെ മില്ലറ്റ് സംരംഭങ്ങൾ തുടങ്ങുന്നതിനും വലിയ പ്രോത്സാഹനങ്ങൾ നൽകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കർഷകർ ചേർന്നിട്ടുള്ള ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസ് ഉണ്ട്. അത്തരം ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസ് മില്ലറ്റ് കൃഷിയും മില്ലറ്റിൻ്റെ ട്രേഡിങ്ങും ഏറ്റെടുത്താൽ അതിനും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. നമ്മുടെ കേരള ഗവൺമെൻറ് മില്ലറ്റിന് സാമാന്യം നല്ല പ്രോത്സാഹനം നൽകുന്നുണ്ട്. നമ്മുടെ പാലക്കാടുള്ള അട്ടപ്പാടിയിൽ കുറേ അധികം ഏരിയയിൽ മില്ലറ്റ് കൃഷി ഗവൺമെൻറ് തന്നെ മുൻകൈ എടുത്തിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുമുണ്ട്. പൊതുവിൽ 2 ഗവൺമെൻറ്റുകളും കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും മില്ലറ്റിന് പ്രോത്സാഹനം നൽകുന്നുണ്ട് എന്ന് സാമാന്യമായി പറയാൻ സാധിക്കും. ഇതിൻ്റെ അവയർനെസ് ഒക്കെ എങ്ങനെയാണ് സൊസൈറ്റിയിൽ അറിയിക്കുന്നത്? ഇപ്പോൾ യഥാർത്ഥത്തിൽ 2 ആധികാരിക പുസ്തകങ്ങൾ ലഭ്യമാണ്. ഒന്ന് കേരളത്തിൽ മില്ലറ്റ് മിഷൻ എന്ന് പറഞ്ഞിട്ട് മില്ലറ്റ് ട്രേഡിങ്ങിലുള്ള മുഴുവൻ ആളുകളും അംഗങ്ങളായി ഒരു സംഘടന പോലെ പ്രവർത്തിക്കുന്നുണ്ട്. അവർ ഒരു നല്ല പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 140 പേജുള്ള ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. അതുപോലെ കേരള ഓർഗാനിക് എന്ന് പറഞ്ഞിട്ട് ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനം എറണാകുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്നുണ്ട്. ശ്രീ അബ്ബാസ് എന്ന് പറയുന്ന ആളാണ് അതിൻ്റെ മുഖ്യ സംഘാടകനായി പ്രവർത്തിക്കുന്നത്. അപ്പോൾ അബ്ബാസും പാലാരിവട്ടത്തുള്ള POC പാസ്റ്റൽ ഓറിയൻറ്റേഷൻ സെൻറ്റർ, കേരളത്തിലെ ബിഷപ്പുമാരുടെ കേന്ദ്രമാണ് POC എന്ന് പറയുന്നത്. അവർ മുൻകൈയെടുത്ത് ഒരു വലിയ പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ 2 പുസ്തകങ്ങളും ആധികാരികമായി മില്ലറ്റിനെ കുറിച്ച് പഠിക്കാൻ. പിന്നെ ഇപ്പോൾ ചെറുപ്പക്കാർക്കാണെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്താൽ
ഇഷ്ടംപോലെ മെറ്റീരിയൽസ് മില്ലറ്റിനെ കുറിച്ച് കിട്ടാനുണ്ട്. ഞങ്ങളിവിടെ മില്ലറ്റ് പ്രചരിപ്പിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ ഒരു ചെറിയ പുസ്തകം സാധാരണക്കാരായ ആളുകൾക്ക് പെട്ടെന്ന് മില്ലറ്റിനെ കുറിച്ച് മനസ്സിലാക്കാനും അതുപോലെ പാചക വിധികളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് 10-30 പേജുള്ള ഒരു ചെറിയ ബുക്ക്ലെറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് അവയർനെസ് തേടുന്നതിന് ഇപ്പോൾ പ്രയാസമൊന്നുമില്ല. ധാരാളം ഇൻഫർമേഷൻ കിട്ടാനുണ്ട് പല സോഴ്സസിൽ നിന്നായിട്ട്. ഇപ്പോൾ ഡോക്ടർ ഖാദർ വാലിയുടെ തന്നെ വീഡിയോസ് ധാരാളമുണ്ട്. നമ്മുടെ റേഡിയോ പലപ്പോഴും ഇത് സംബന്ധിച്ചുള്ള പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്, മില്ലറ്റിനെ സംബന്ധിച്ച് പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ കോളേജുകളിലും സ്കൂളുകളിലും മില്ലറ്റ് ഒരു വിഷയമായി കുട്ടികളുടെ ഇടയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മില്ലറ്റുമായി ബന്ധപ്പെട്ട് പ്രോജക്റ്റ് ചെയ്യാനായിട്ട് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പെട്ടെന്ന് അവയർനെസ് വർദ്ധിച്ചു വരുന്നുണ്ട്. യങ്സ്റ്റേഴ്സിനുള്ള എന്തെങ്കിലും മെസ്സേജസ് ഉണ്ടോ? യങ്സ്റ്റേഴ്സിനാണല്ലോ നമ്മൾ യഥാർത്ഥത്തിൽ മെസ്സേജ് കൊടുക്കേണ്ടത്. അവരുടെ ആരോഗ്യം മെച്ചപ്പെട്ടു വരിക എന്നതാണ് ഇനി ഭാവിയിൽ രാജ്യത്തിന് വലിയ സമ്പത്തായി മാറുന്നത്. യങ്സ്റ്റേഴ്സ് ഒന്ന് ജങ്ക് ഫുഡ് ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് മനസ്സിലാക്കി അത് പരമാവധി കുറയ്ക്കാനായിട്ട് ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. ഒപ്പം അവരുടെ ഫുഡ് ഇൻടേക്കിൽ മില്ലറ്റും കൂടി ഉൾപ്പെടുത്തുക എന്നത് കോൺഷ്യസായി അവരൊരു തീരുമാനമെടുക്കുകയും അതൊരു ഹാബിറ്റാക്കി മാറ്റുകയും ചെയ്യുന്നത് നല്ലതാണ്. എന്ത് ഫ്യൂച്ചർ പ്ലാൻസ് ഉണ്ടോ? വേറെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാനോ അങ്ങനെ ഞങ്ങൾ ഭാവിയിൽ പ്ലാൻ ചെയ്യുന്നത് ഒന്ന് കേരളത്തിൽ കർഷകർക്കിടയിൽ മില്ലറ്റ് കൃഷി പ്രചരിപ്പിക്കുകയും അങ്ങനെ മില്ലറ്റ് കൃഷി വ്യാപിപ്പിക്കുകയും ചെയ്യണം. യഥാർത്ഥത്തിൽ കർഷകർക്കും സാമ്പത്തികമായി മെച്ചമുണ്ടാക്കാൻ കഴിയുന്ന ഒരു മോചന മാർഗമാണ് മില്ലറ്റ് എന്ന് വ്യക്തിപരമായി ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആ നിലയിലാണ് ഞാനിപ്പോൾ മില്ലറ്റ് കൃഷി ആരംഭിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് വിത്ത് ഉൽപ്പാദിപ്പിച്ച് കർഷകർക്കിടയിൽ വിതരണം ചെയ്ത് കർഷകരെ കൊണ്ട് കൃഷി ചെയ്യിക്കണം എന്ന ഉദ്ദേശത്തിലാണ്. വ്യാപാര മേഖലയിലാണെങ്കിൽ സാധാരണ കടകളിൽ കൂടി മില്ലറ്റ് ലഭിക്കുന്ന ഒരു അവസരം ഉണ്ടാവണം. ഇപ്പോൾ ഇത് പ്രധാനമായിട്ടും വലിയ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഒരു എബവ് മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകൾ മാത്രം വാങ്ങി ഉപയോഗിക്കുന്ന ഒരു പ്രഷ്യസ് ഐറ്റമായിട്ടാണ് നിൽക്കുന്നത്. അത് മാറിയിട്ട് ഒരു കോമൺ ഐറ്റമായിട്ട് സാധാരണ പലചരക്ക് കടകളിലൂടെ ഇത് വിൽക്കുകയും സാധാരണക്കാരായ ആളുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി വരണം. ഞങ്ങൾക്കൊരു വലിയ സ്വപ്നമുണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഈ പ്രധാനമന്ത്രി 2050 ആകുമ്പോഴേക്കും ഇന്ത്യ ഒരു മില്ലറ്റ് കലവറയാവണം എന്ന് പറഞ്ഞുവല്ലോ. ഈ മില്ലറ്റ് പ്രചരണത്തിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം നേടാൻ കഴിയുന്ന ഒരു നോഡൽ ഏജൻസിയായി ഞങ്ങൾക്ക് മാറണം എന്ന ഒരു ആഗ്രഹവും സ്വപ്നവുമുണ്ട്. ഞങ്ങളുടേതൊരു ട്രസ്റ്റ് ആയതുകൊണ്ട്, പബ്ലിക് ട്രസ്റ്റ് ആയതുകൊണ്ട് 1-2 വർഷം കൊണ്ട് ഞങ്ങൾ നല്ല നിലയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിച്ചാൽ ഒരുപക്ഷെ കേന്ദ്ര ഗവൺമെൻറ്റിനെ ആ നിലയ്ക്ക് സമീപിക്കാൻ കഴിയുമായിരിക്കും. അങ്ങനെ ഒരു ലക്ഷ്യം ഞങ്ങൾക്കുണ്ട്. സാറിൻ്റെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചതിന് ഒരുപാട് നന്ദി. അതുപോലെ ഈ ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ സക്സസ്ഫുൾ ആയിട്ട് പോട്ടെ എന്ന് ഞങ്ങൾ വിഷ് ചെയ്യും. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു.